ചേട്ടാ ഒന്നുമില്ല പൈസക്കല്ല ചേട്ടാ. പിന്നെ ചേട്ടനെ കണ്ടാലും അറിയാം, മുഴുവൻ EMI ആണെന്ന് കണ്ടാലും അറിയാം ചേട്ടാ. നമ്മുടെ മലയാളികൾ മിക്കവരും ഇങ്ങനെയാണ് ചേട്ടാ. ഞങ്ങൾ കുറെ വർഷങ്ങളായി ചേട്ടാ ഇവിടെ വന്ന് നമുക്കറിയാം. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ പൈസ ഒക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഡയലോഗ് അടിക്കും. ഇല്ല ചേട്ടാ, ഞങ്ങൾ രാവിലെയും രാത്രി എല്ലാം പണിയെടുത്ത് കഷ്ടപ്പെട്ട് നടക്കുന്നത്, അല്ലാതെ പകുതി പൈസക്ക് ഒരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും പറ്റിക്കാറില്ല ചേട്ടാ. ചേട്ടാ ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ചേട്ടാ. ഞങ്ങളെ ഇച്ചിരി സ്റ്റാൻഡേർഡുള്ള യൂട്യൂബ് ചാനലുകളാണ് ചേട്ടാ. നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ചാനൽ ചേട്ടൻ കണ്ടിട്ടുണ്ടോ ചേട്ടാ? അങ്ങനത്തെ ചാനലുണ്ടോ? ആ, നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി സാറിന് ചാനലുണ്ട് ചേട്ടാ, കണ്ടിട്ടുണ്ടോ ചേട്ടൻ? ഇവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവരും ഉണ്ട് ചേട്ടൻ. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചേച്ചി അടയ്ക്കുന്നതും തുടയ്ക്കുന്നതും അവരുടെ അതുമല്ല ചേച്ചി കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അത് ചേട്ടാ നല്ല ചാനലുകൾ ഉണ്ട് ചേട്ടാ. മതി ഞാനേ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അത് വിട്. നീ എന്താ ചാനൽ ചെയ്യുന്നത്? ഞങ്ങൾ സംഗീത ഫാമിലിയാണ് ചേട്ടാ. മ്യൂസിക് ഫാമിലിയാണ് ചേട്ടാ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു കണ്ടന്റ്, കോമഡി കണ്ടന്റ് ഫാമിലി ആയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് ചേട്ടാ. അപ്പോൾ അതിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മ്യൂസിക് എന്ത് മ്യൂസിക് അറിയാം? ബംഗാളി മ്യൂസിക്, ബംഗാളിയോ മലയാളമോ എല്ലാം പറയും ചേട്ടാ. ഞങ്ങളെല്ലാം പാടും. ചേട്ടന് മലയാളത്തിൽ പാട്ട് കേൾക്കണോ ചേട്ടാ? മലയാളം പാട്ട് പാടിയ നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ദാസാറിന്റെ ഏത് പാട്ട് വേണം ചേട്ടാ പാടാൻ? പഴയ ഒരു പാട്ടുണ്ട് ചേട്ടാ, റഹ്മാൻ സാറൊക്കെ പാടിയ ഒരു മധുരക്കിനാവിൻ എന്ന് പറഞ്ഞ, അറിയോ? ഞാൻ പഠിക്കേപ്പിച്ചാണ് ചേട്ടാ. ഇതൊക്കെയാണ് ഞങ്ങളുടെ കണ്ടന്റുകൾ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്നും കൂടമുല്ലപ്പൂ വിരിഞ്ഞു, അതിരായിരം ആശകളായൊരു പൊന്മകനേ. മതി. ഞാൻ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്ന് ചെയ്യണം ചേട്ടാ. ചെയ്യും. നിങ്ങളെ കൊണ്ടുള്ള ഇത് തൊള്ളയെ സഹിക്കാൻ കൂടി സഹിക്കണം ചേട്ടാ. അങ്ങനെയൊന്നും പറയില്ല ചേട്ടാ. ഞങ്ങൾ അതിഥികളല്ല ചേട്ടാ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാർ വരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അതിഥികളാണ്. അതാണ് അയാൾ നിങ്ങളെ താങ്ങുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ചാട. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചേട്ടാ. ഞങ്ങൾ ആരെയും പിടിച്ചു പറിക്കാനോ ഒന്നും പോണില്ല ചേട്ടാ. ഒന്നാമത് ജീവിതത്തിൽ പല ടെൻഷനാണ്. ജോലിയുടെ ടെൻഷൻ, പഠിച്ചിട്ടും ഒരു നിലയിലും എത്തുന്നില്ല. ഇനി എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലോ ഞങ്ങൾ ചിന്തിക്കുന്ന സാലറി അതിന് കിട്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ EMI പോലും, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനുള്ള പൈസ പോലും കിട്ടുന്നു. ആ ഗതിയിൽ കല്യാണം കഴിഞ്ഞോ ചേട്ടാ? കല്യാണമൊക്കെ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും സാധാരണ ജോലിയുള്ള ആൾക്കാരെയൊന്നും പറ്റില്ലടോ. അവരുടെയൊക്കെ ചിന്താഗതി, പിള്ളേരൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പെൺപിള്ളേരെ കിട്ടാനില്ല. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ. പറഞ്ഞു. ഇനി കേരളത്തിൽ 2 ആൾക്കാർക്ക് പെണ്ണ് കിട്ടുള്ളൂ ചേട്ടാ. ഒന്ന് ഗവൺമെന്റ് ജോലിക്കാർക്കും ഒന്ന് ബംഗാളികൾക്കും പെണ്ണ് കിട്ടുള്ളൂ ചേട്ടാ. ഞങ്ങളുടെ കയ്യിലെ പൈസ ഉള്ളൂ. ഞങ്ങൾ രാവിലെ പണിക്ക് പോകും. മിനിമം 1000 രൂപ ഞങ്ങൾ ഉണ്ടാക്കും. എക്സ്ട്രാ പൈസ വരുമ്പോൾ ഞങ്ങൾ പിന്നെ ഉണ്ടാക്കും. മറ്റുള്ളവർക്ക് ഇതുപോലെ EMI എടുത്ത് നടക്കാനേ പറ്റുള്ളൂ ചേട്ടാ. അവരുടെ കുറ്റം പറയുന്നതല്ല, അവർക്ക് ആ രീതിയിലേ പറ്റുള്ളൂ. പണിയെടുക്കണം ചേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വണ്ടികളിൽ സമീപിക്കുന്ന ആൾക്കാരെ കാണുന്നതാണ്. എന്ത് പറ്റിയോളൂ ചേട്ടൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നതിൽ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു, കമൻ്റൊക്കെ ചെയ്തില്ല ചേട്ടാ. അതാ ഒരു പെണ്ണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ 10,000 ലൈക്കും 10,000 ഷെയറും സബ്സ്ക്രൈബും എല്ലാം കിട്ടും ചേട്ടാ. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും എത്രയും കിട്ടില്ല ചേട്ടാ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാതെ വഴിയില്ല ചേട്ടാ. ഒന്ന് ചെയ്യുമോ ചേട്ടാ? ബ്രോ, എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ചാനലിൻ്റെ പേരെന്തായിരുന്നു? ഈമോ വ്ളോഗ്സ്. ഇത് അടിച്ചിട്ട് കുറേ ഇത് കണ്ടോ, ഇതാണ് വരുന്നത്. നിങ്ങളുടെ ചാനലല്ല കാണുന്നത് ചേട്ടാ. ചേട്ടൻ എഞ്ചിനീയറിംഗ് ആണോ പഠിച്ചത് ചേട്ടാ? കേരളത്തിന് പുറത്ത് പോയി ആണോ ചേട്ടാ? കേരളത്തിന് പുറത്ത്. നിനക്ക് എങ്ങനെ മനസ്സിലായി ചേട്ടാ? അതിൽ ടൈപ്പ് ചെയ്ത സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ് ചേട്ടാ. കിട്ടൂല ചേട്ടാ അങ്ങനെ അടിച്ചാ. ചേട്ടൻ ഒരു കാര്യം ചെയ്യ ചേട്ടാ, ഞാൻ QR കോഡ് തരാം ചേട്ടാ. QR കോഡ് കാണിച്ചു തരാം ചേട്ടാ. നിന്റെ കയ്യിൽ QR കോഡ് ഉണ്ടോ? അപ്പൊ ചേട്ടൻ അതൊന്ന് ഇത്
ഈ QR കോഡിൽ ഒന്ന് ചെയ്താൽ മതി ചേട്ടാ. കിട്ടും ചേട്ടാ. താങ്ക് യു. അപ്പം ദയവ് ചെയ്ത് ചേട്ടന് പരിചയമുള്ളവരുടെ അടുത്ത് കൂടെ ഒന്ന് പറയണം ചേട്ടാ. പറയാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യണം ചേട്ടാ. കേട്ടാ? പോട്ടെ ചേട്ടാ. ഞാൻ പറഞ്ഞതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല ചേട്ടാ. ഓക്കെ. ഓക്കെ ചേട്ടാ. ഓക്കെ താങ്ക് യു.